സ്ഥലത്ത് ഒരു സാഹോദര്യ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി ഒരു മഹല്ല് കമ്മിറ്റിക്ക് വന്നു എങ്കിൽ ആ സമൂഹത്തിൻ്റെ മനസ്സിൽ എത്ര കണ്ടായിരിക്കണം. നമ്മളുടെ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ തമ്മിൽ തന്നെ, അത് ജാതിയൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. സ്വന്തം ഏട്ടാനജന്മാർ തമ്മിൽ തന്നെ എന്താ പറയുക, അടുപ്പമില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഉറങ്ങുന്നത് പോലും നമ്മൾ ശരിക്കും ഉറങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു കൂട്ടർ മാത്രമേ ഈ ലോകത്തുള്ളൂ. അതായത് സ്വന്തം ഏട്ടനും അനുജനും അച്ഛനും അമ്മയും കൂടി നമ്മൾ ഉറങ്ങണമെന്ന് ചിന്തിക്കൂല. ഈ നാട്ടിലെ കള്ളന്മാർ മാത്രമാണ് നമ്മൾ ശരിക്കും ഉറങ്ങണമെന്ന് ചിന്തിക്കുന്നത്. ബാക്കി ഒരാൾ പോലും നമ്മൾ ഉറക്കം പോലും നന്നായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുക. തൊട്ടപ്പുറത്ത് ആർക്കെങ്കിലും 10 രൂപ അധികം കിട്ടിയാൽ നമ്മൾക്ക് വിഷമമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളൊരു സാഹോദര്യ സമ്മേളനം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. കാലഘട്ടം മാറി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അധികം ഈ സമൂഹം മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ പരമമായൊരു സത്യമാണ്. അതായത് ഏതെങ്കിലും ഒരു 10 ആൾ കൂടുമ്പോൾ ആ 10 ആൾ കൂടുന്ന സ്ഥലത്ത് പോലും ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആളുകൾ അറിയാതെ ഗ്രൂപ്പ് ആവുന്ന ഒരു കാലഘട്ടം. എനിക്കിപ്പോൾ അടുത്ത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കും. ഞാൻ മഞ്ചേരി വഴിക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഈ കണ്ണ് കാണാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ ബസ്സിൽ പാട്ട് പാടുന്നൊരു സ്ഥലം മഞ്ചേരിയാണ്. മഞ്ചേരി എപ്പോഴും ഉണ്ട് കണ്ണ് കാണാത്ത ആളുകൾ പാട്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 3 മാസം മുമ്പ് മഞ്ചേരി പോയപ്പോൾ ഒരാൾ പാടുന്നത് കേട്ടതാണ്. പാട്ടിതാണ്. ഈ പാട്ട് പണ്ട് പാടിയിരുന്നത്, 2 കണ്ണാലെ കാണുന്ന ഈ ജനം, 2 കാണാത്ത കണ്ണുള്ള ഈ മനം, കണ്ട് ചോദിക്കാൻ വയ്യെന്നറിയണം എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം. ഇതാണ് പാട്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് 10-20 കൊല്ലം മുമ്പ് മഞ്ചേരി പോയപ്പോൾ കേട്ട പാട്ട് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ആ പാട്ടിന്റെ വരിയൊന്നും അയാൾ മാറ്റിയിട്ടുണ്ട്. എന്നറിയോ? 2 കണ്ണാലെ കാണുന്ന ഈ ജനം, 2 കാണാത്ത കണ്ണുള്ള ഈ മനം, കണ്ട് ചോദിക്കാൻ വയ്യെന്നറിയണം. പണ്ടെന്തേന്നു? അള്ളാഹുവിന്റെ പരീക്ഷണം. ഇപ്പോൾ മാറ്റി എല്ലാം ദൈവികമായ അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ ദൈവികം എന്നാക്കാൻ ചോദിച്ചപ്പോൾ പറയാ, അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊന്നും പൈസ തരുന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊന്നും പൈസ തരുന്നില്ല. അപ്പൊ അയാൾ വരിയൊന്ന് മാറ്റി എല്ലാം ദൈവികമായ പരീക്ഷണമാക്കി. അപ്പൊ നമ്മൾ ആൾക്കാരും പൈസ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ വരെ ജാതിയും മതവും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും കണ്ടെത്തുന്ന ഞാൻ ഏട്ടമാഷ പറഞ്ഞിടത്ത് ഞാൻ നിർത്ത്. എനിക്ക് തന്നെ മാനസികമായിട്ട് വിഷമമാണ്. ഞാനിവിടെ പോകാത്തൊരു പള്ളിയില്ല, ഇന്നോടൊരു പള്ളിക്കാരും ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പങ്കെടുക്കാത്ത ഒരു കബറടക്കുമ്പോൾ അടുത്ത പള്ളിയിലൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുമ്മ സബ്ബിത്തു ഇൻദസ്വാൽ അള്ളാഹുമ്മ ജാഫിൽ ഖബറൻ ജംബിന്ന് ഞാൻ ചെല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പോക്കില്ല. എന്നോടാരും ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് തന്നെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ചെല്ലുന്നതിൽ ആളുകൾക്ക് ഒരു വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നി തുടങ്ങി, ഞാൻ ചെല്ലുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടാവുമോ? വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ പരസ്പരമുള്ള സമൂഹത്തിന്റെ കണക്ക് കൂട്ടലുകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഖബറിന്റെ അടുത്തേക്ക് പോക്കില്ല, പള്ളി വരെ പോയിട്ട് മടങ്ങിപ്പോരും. അപ്പൊ അങ്ങനെ പോകേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന്, അത് എൻ്റെ കുഴപ്പമാകാം, മറ്റുള്ളവരുടെ കുഴപ്പം. പക്ഷെ കുഴപ്പത്തിന്റെ മറുപടിയാണ് ഇതുപോലെയുള്ള സഹോദര സമ്മേളനം എന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളെല്ലാവരും, അതായത് നിരന്തരം കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ഉണ്ടോ സഖി ഒരു കുലം മുന്തിരി. ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. അതിലത്തെ ഒരു വരിയുണ്ട്, അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. അതായത് അതായത് ഏറ്റവും നല്ല, അതായത് 7ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. അതായത് നമ്മൾക്ക് സ്ഥാനങ്ങളും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇപ്പൊ അഹങ്കാരം കൂടുക. പക്ഷെ പണ്ടത്തെ കാലത്ത് അദ്ദേഹമൊക്കെ എന്താണ്, പറ്റയില്ല, അതായത് കയ്യിലുള്ളതൊക്കെ രാജ്യത്തിന് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാത്തതായി മാറിയ അങ്ങനെയുള്ള അറേബ്യയിലുള്ള രാജാവിന്റെ കാലഘട്ടം. അതുപോലെ മറ്റെല്ലാ മതത്തിലുണ്ട്. എല്ലാ മതത്തിന്റെയും എന്തുകൊണ്ടോ എന്നറിയില്ല, കൂടുതലുള്ള പ്രചരണം കൊണ്ടാണോ കുറഞ്ഞുള്ള പ്രബോധനം കൊണ്ടാണോ എന്നല്ല, ആളുകളുടെ ഉള്ളിൽ സാഹോദര്യം എന്നുള്ളതിന് ചില ക്രൈറ്റീരിയകൾ വന്നപ്പോഴാണ് ഇതുപോലെയുള്ള നമ്മുടെ ഗ്രാമങ്ങളിലെ മഹല്ലുകൾക്ക് സാഹോദര്യ സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള സാഹോദര്യ സമ്മേളനങ്ങളിലല്ല, ഏട്ടൻ മാഷ പറഞ്ഞതുപോലെ കല്യാണ വീടുകളിലും മരണ വീടുകളിൽ വരെ സാഹോദര്യം പുലരുന്ന ഒരു നാടായി മാറാൻ ഈ സമ്മേളനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നന്മകൾക്ക് കളർ വളരെ കുറവും തിന്മകൾക്ക് കളർ വളരെ കൂടുതലുമുള്ള ഈ കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മ
നന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി. മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി. കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി. അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി. പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞുമറയായി. മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ. മറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ. മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടൽ ഉണ്ണി. മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടൽ ഉണ്ണി. നന്ദി.